നിലവിലെ സാഹചര്യങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് കുഞ്ഞാലിക്കുട്ടിയെ കണ്ടതെന്ന് പി.വി. അൻവർ. തന്റെ ഒരു അഭ്യുദയാകാംക്ഷിയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിവരങ്ങൾ ധരിപ്പിച്ചതെന്നും അൻവർ പറഞ്ഞു. കോൺഗ്രസിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇതുവരെ കാര്യങ്ങൾ അന്വേഷിച്ച് വിളിച്ചിട്ടില്ല. താൻ ഇപ്പോഴും സ്വന്തം കാലിലാണ് നിൽക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെയാകും. നിലമ്പൂരിൽ മത്സരിക്കുന്ന കാര്യവും പിന്തുണയുടെ കാര്യവും പിന്നീട് പറയാമെന്നും അൻവർ പറഞ്ഞു. ഞങ്ങളെടുക്കുന്ന തൃണമൂലെടുത്ത നിലപാടുകളെ കുറിച്ചും വ്യക്തിപരമായി ഞാനെടുത്ത രാഷ്ട്രീയ നിലപാടിലും വളരെ സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയും ഒരു ലീഡർഷിപ്പുമാണ്. ആ നിലക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ചെറിയ കോംപ്ലിക്കേഷൻസ് അദ്ദേഹത്തോട് പറയുക എന്നത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. അല്ല, UDF നേതൃത്വം അല്ലല്ലോ ഇവിടെ. UDF നേതൃത്വത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ ലീഡർഷിപ്പായിട്ടാണ് അത് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ അതിലെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലക്ക് കോൺഗ്രസ് അല്ലേ. മുസ്ലിം ലീഗിൻ്റെ സീറ്റാണെങ്കിൽ ലീഗിന് സംസാരിക്കാൻ പറ്റുമായിരിക്കാം. ഇത് കോൺഗ്രസിൻ്റെ സീറ്റിൽ കോൺഗ്രസ് അല്ലേ തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അല്ല, ഭാഗമാകൽ തുടങ്ങിയിട്ട് മാസത്തിൽ കഴിയുന്നത് ഇനി എന്ത് ഭാഗം ഈ അവസ്ഥയിൽ അല്ല, അതൊക്കെ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയും. മനസ്സിലായില്ലേ? ഇപ്പം ഇത്രേ പറയാനുള്ളൂ. എനിക്ക് അദ്ദേഹത്തെ കണ്ട് പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം തന്ന പിന്തുണയ്ക്ക് എന്നും നമ്മൾ കടപ്പെട്ടവരാണ്. ആ പാർട്ടിയും പ്രത്യേകിച്ച് തങ്ങൾ കുടുംബവും കുഞ്ഞാലിക്കുട്ടി സാഹിബും തുടക്കം മുതൽ വളരെ പോസിറ്റീവായിട്ടാണ് ഞാനെടുത്ത പൊളിറ്റിക്കൽ നിലപാടിനോട് പ്രതികരിച്ചിട്ടുള്ളത്. അതിൽ രാഷ്ട്രീയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ആ നിലക്ക് നമ്മളോട് സ്നേഹവും താല്പര്യവും പ്രകടിപ്പിക്കുന്ന ആ ഒരു വ്യക്തി എന്ന നിലക്ക് അതും കൂടെ ഉണ്ട്. പൊളിറ്റിക്കൽ ലീഡർ എന്ന് മാത്രമല്ല, നമ്മളൊരു വെൽവിഷർ എന്ന നിലക്ക് ആ പാർട്ടിയും ആ ലീഡർഷിപ്പും എടുത്ത നിലപാടിനോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് അറിയിക്കേണ്ട ഒരു ഘടകകക്ഷിയാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ നിലക്ക് പറഞ്ഞാൽ അല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നും പോസിറ്റീവാണല്ലോ, ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയല്ലോ. അദ്ദേഹം രാഷ്ട്രീയത്തിനെ കുറിച്ച് കൃത്യമായി ഗണിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളാണ്. അത് അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ടാവും. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.